ബർഗറിലടക്കം ഉപയോഗിക്കുന്ന ചീര വെള്ളത്തിൽ കൃഷി ചെയ്ത് വിജയം നേടി 2 കർഷകരുണ്ട് വയനാട്ടിൽ. കേരളത്തിൽ ആദ്യമായി ഹൈഡ്രോപോണിക് ഡീപ്പ് വാട്ടർ കൾച്ചർ കൃഷി രീതിയിലൂടെ ലെറ്റസ് എന്നറിയപ്പെടുന്ന ചീര കൃഷി ചെയ്യുകയാണ് ബത്തേരി സ്വദേശികളായ ജ്യോതി ബസുവും സുഖ്ദേവും. സഹോദരങ്ങളായ ഇരുവരും ദുബായിലെ ബിസിനസ് ഉപേക്ഷിച്ചാണ് വയനാട്ടിൽ കൃഷി ആരംഭിച്ചത്. ലോലോ ബിയോണ്ട, ലോലു റോസ, ഓക്ലി ഫ്രെഡ്. പേര് കേട്ട് ഞെട്ടേണ്ട. സാധനം ബർഗർ, സാൻഡ്വിച്ച്, സാലഡ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ചീരയാണ്. ഇതിൽ പച്ച നിറത്തിൽ കാണുന്ന ലോലോ ബിയോണ്ടയാണ് ബർഗർ, സാൻഡ്വിച്ച്, സാലഡ് എന്നിവയിൽ ഉണ്ടാകുക. മറ്റു രണ്ടും സാലഡ് മാത്രം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോപോണിക്സിലെ ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന കൃഷിരീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് വെള്ളത്തിനു മുകളിൽ കൃഷി ചെയ്യുന്ന രീതി. ഇത് കൂടുതൽ ലാഭകരമാകുമെന്നാണ് കർഷകരടക്കം പറയുന്നത്. വയനാട്ടിലെ കാലാവസ്ഥയും ഇത്തരം കൃഷിരീതികൾക്ക് ഏറെ അനുയോജ്യമാണ്. ഹോളണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രത്യേകതരം വിത്ത് ഉപയോഗിച്ചാണ് ലെറ്റസ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് നട്ട ശേഷം ആദ്യ 4 ദിവസം മൂടി വയ്ക്കും. ശേഷം ഒയാസിസ് ക്യൂബിൽ 15 ദിവസം വയ്ക്കും. പിന്നീടാണ് ടാങ്കിൽ സ്ഥാപിച്ച കപ്പിലേക്ക് തൈ ഇറക്കി വെക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ ചീര പൂർണ്ണ വളർച്ചയെത്തും. വെള്ളത്തിലൂടെയാണ് വളവും നൽകുന്നത്. ദുബായിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പെൻസ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇവിടെ വയനാട്ടിലെ ക്ലൈമറ്റ് കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റും തോന്നിയുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഇപ്പം പ്രായമായവർക്കൊക്കെ ഇത് ചോദിച്ചു വരുന്നുണ്ട്. പ്രായമായവരൊക്കെ ശരിക്കും അവർക്ക് ഡൈജഷനും അതുപോലെയുള്ള ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ വളരെ നന്നായിട്ട് അങ്ങനെ നല്ല എൻക്വയറി വരുന്നുണ്ട്. ഇതിന് വൈറ്റമിൻസ് എ, ഇ, അങ്ങനെയുള്ള കുറച്ച് വൈറ്റമിൻസ് ഉണ്ട്, പിന്നെ ഫൈബർ കണ്ടന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് നല്ലോണം. 10 കിലോ ലെറ്റസ് ചീരയ്ക്ക് 250 മുതൽ 300 രൂപ വരെയാണ് വില. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു സംരംഭം തുടങ്ങുന്നത്. വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന ഡീപ്പ് വാട്ടർ കൾച്ചർ കൃഷിരീതിക്ക് മുടക്കുമുതൽ കൂടുതലാണെങ്കിലും പിന്നീട് ലാഭകരമാകുമെന്നാണ് സുഖ്ദേവ് പറയുന്നത്. നമുക്കിത് ആദ്യം ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ടാവും തോന്നി. പിന്നെ ഞങ്ങൾ എക്സ്പോർട്ടാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ടും നന്നായി ഇവിടെ ഭക്ഷണം കഴിക്കുന്നവർ നന്നായി ഉള്ളതുകൊണ്ടും നന്നായി പോകുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. 1.5 കൊല്ലം മുമ്പാണ് കേരളത്തിൽ ഉൽപാദനം ആരംഭിച്ചത്. നിലവിൽ മലബാർ മേഖലകളിലും കൊച്ചിയിലുമാണ് വിൽപ്പന. ദുബായിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. ദിവസം 480 കിലോ വരെ ചീര ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ച ശേഷം ഈ ചീര കഴിക്കുന്നത് ദഹനത്തിനും ഉത്തമമാണ്. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.